ഹലോ സ്റ്റുഡൻസ്, ഡൈനാമിക്സ് ഓഫ് മെഷീനറി 6th മൊഡ്യൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾക്ക് ഫ്രീ ടോർഷണൽ വൈബ്രേഷനായിട്ട് ബന്ധപ്പെട്ട 3 കേസുകൾ ഡീൽ ചെയ്യണം. ഒന്നാമത്തേത് ഫ്രീ ടോർഷണൽ വൈബ്രേഷൻ ഓഫ് എ സിംഗിൾ റോട്ടോർ സിസ്റ്റം. സെക്കൻഡ് വൺ ഫ്രീ ടോർഷണൽ വൈബ്രേഷൻ ഓഫ് എ 2 റോട്ടോർ സിസ്റ്റം. ആൻഡ് തേർഡ് വൺ ഫ്രീ ടോർഷണൽ വൈബ്രേഷൻ ഓഫ് എ 3 റോട്ടോർ സിസ്റ്റം. അപ്പോൾ ഈ 3 കേസുകളാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫ്രീ ടോർഷണൽ വൈബ്രേഷൻ ഓഫ് എ സിംഗിൾ റോട്ടോർ സിസ്റ്റം. എന്താണ് സിംഗിൾ റോട്ടർ സിസ്റ്റം? ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഒരു ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൻ്റെ അപ്പർ എൻഡ് ഫിക്സ്ഡ് ആണ്. മറ്റൊരു എൻഡിൽ നമ്മളൊരു റോട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റിൻ്റെ ലെങ്ത് L ആണ്. അപ്പോൾ ഈ രീതിയിൽ ഒരെൻഡ് ഫിക്സഡും മറ്റൊരു എൻഡിൽ ഒരു റോട്ടറുമുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ സിംഗിൾ റോട്ടോർ സിസ്റ്റം എന്ന് പറയുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഷാഫ്റ്റ് ഓഫ് നെഗ്ലിജിബിൾ മാസ് whose one end is fixed and other end carries a rotor is known as a single rotor system. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഇത് ഈ ഒരു റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ടോർഷണൽ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതാണ് ഫിക്സഡ് എൻഡ്. ഫിക്സഡ് എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് O കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഇതാണ് ഫ്രീ എൻഡ്. ഫ്രീ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് PQ. നമുക്കറിയാം ഈ സിംഗിൾ റോട്ടർ അല്ലെങ്കിൽ ആ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ട്വിസ്റ്റിംഗ് ഒക്കർ ചെയ്യുന്നത് ഫ്രീ എൻഡിലായിരിക്കും. സോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് PQ അത് ഫ്രീ എൻഡായിട്ട് ബന്ധപ്പെട്ട് വരും. അതേ സമയത്ത് ഈ ഒരു ഫിക്സഡ് എൻഡിൽ യാതൊരു രീതിയിലും ട്വിസ്റ്റിംഗ് നടക്കില്ല, കാരണം അത് ഫിക്സഡ് ആണ്. സോ അവിടെ ആംപ്ലിറ്റ്യൂഡ് 0 ആയിരിക്കും. അതാണ് ഈ രീതിയിൽ ഡയഗ്രാം വന്നിരിക്കുന്നത്. ഇനി ഈ സിംഗിൾ റോട്ടർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് വായിക്കാം. ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഈസ് മാക്സിമം അറ്റ് ദി ഫ്രീ എൻഡ് വേർ സിംഗിൾ റോട്ടർ ഈസ് അറ്റാച്ച്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എവിടെയാണോ സിംഗിൾ റോട്ടർ ഉള്ളത് അവിടെയായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ചെയ്യുക. ഓക്കെ. ഇനി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഈസ് 0 അറ്റ് ദി ഫിക്സഡ് എൻഡ്. ഇത് നമ്മൾ പറഞ്ഞു, ഈ ഒരു ഫിക്സഡ് എൻഡിലായിരിക്കും വൈബ്രേഷൻ 0 ആയിട്ട് വരുന്നത്. ഇനി ദി സെക്ഷൻ ഓഫ് ദി ഷാഫ്റ്റ് വേർ ആംപ്ലിറ്റ്യൂഡ് ഈസ് 0 ഈസ് നോൺ ആസ് നോഡ്. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എവിടെയാണോ ആംപ്ലിറ്റ്യൂഡ് 0 ആയിട്ട് വരുന്നത്, ടോർഷണൽ വൈബ്രേഷനിൽ ആംപ്ലിറ്റ്യൂഡ് എവിടെയാണോ 0 ആയിട്ട് വരുന്നത് ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ O എന്നുള്ള പോയിൻ്റാണ് നോഡ്. ഹെൻസ് അറ്റ് ദി നോഡ് ദി ഷാഫ്റ്റ് റിമെയിൻസ് അൺഡിസ്റ്റർബ്ഡ് ബൈ ദി വൈബ്രേഷൻ. അതായത് നോഡിൽ ആംപ്ലിറ്റ്യൂഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗത്ത് വൈബ്രേഷൻ ഇഫക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് അറ്റ് ദി നോഡ് ഷാഫ്റ്റ് റിമെയിൻസ് അൺഡിസ്റ്റർബ്ഡ് ബൈ ദി വൈബ്രേഷൻ. ഇനി നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഇത് നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തു. Fn = 1/2π × √kT/I. സെക്കൻഡ് കേസ് ഫ്രീ ടോർഷണൽ വൈബ്രേഷൻസ് ഓഫ് എ 2 റോട്ടർ സിസ്റ്റം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾക്ക് 2 റോട്ടർ സിസ്റ്റം ആണ് ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് 2 റോട്ടർ സിസ്റ്റം എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ഒരു ഷാഫ്റ്റാണ്, അതിൻ്റെ ലെങ്ത് ആണ് L. ഇതിൻ്റെ ലെഫ്റ്റ് ഫ്രീ എൻഡിൽ A എന്ന് പറയുന്ന റോട്ടറും ഈ ഒരു ഷാഫ്റ്റിൻ്റെ റൈറ്റ് ഫ്രീ എൻഡിൽ നമ്മൾ B എന്ന് പറയുന്ന റോട്ടറും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഷാഫ്റ്റിൻ്റെ 2 ഫ്രീ എൻഡുകളിലായിട്ട് ഓരോ റോട്ടേഴ്സ് വീതം വരികയാണെങ്കിൽ അത്തരം സിസ്റ്റത്തിനെയാണ് നമ്മൾ 2 റോട്ടർ സിസ്റ്റം എന്ന് പറയുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഷാഫ്റ്റ് ടു വിച്ച് 2 റോട്ടേഴ്സ് ആർ അറ്റാച്ച്ഡ് അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ്സ് ഈസ് നോൺ ആസ് 2 റോട്ടർ സിസ്റ്റം. ഇനി ഇങ്ങനെയുള്ള 2 റോട്ടർ സിസ്റ്റത്തിൽ എപ്പോഴാണ് ടോർഷണൽ വൈബ്രേഷൻ ഉണ്ടാകുന്നത്? അതായത് ഇപ്പോൾ എയും ബിയും ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ L ലെങ്ത്തുള്ള ഷാഫ്റ്റും അതേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അതായത് എയും ബിയും ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഷാഫ്റ്റും ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അവിടെ ടോർഷണൽ വൈബ്രേഷൻ ഉണ്ടാവില്ല. അതേസമയത്ത് എ ക്ലോക്ക് വൈസും ബി ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നടുവിലുള്ള ഷാഫ്റ്റിൽ ഒരു ടോർഷണൽ വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ടോർഷണൽ വൈബ്രേഷൻ 2 റോട്ടർ സിസ്റ്റത്തിൽ ഉണ്ടാകാനുള്ള കണ്ടീഷൻ. അതായത് 2 റോട്ടേഴ്സും ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ റൊട്ടേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് സിസ്റ്റം വിൽ വൈബ്രേറ്റ് ടോർഷണലി ഇഫ് 2 റോട്ടേഴ്സ് ട്വിസ്റ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ 2 റോട്ടേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ 2 റോട്ടർ സിസ്റ്റത്തിൽ ടോർഷണൽ വൈബ്രേഷൻ ഉണ്ടാവത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇത് CD എന്നുള്ളത് ഇതിൻ്റെ മീൻ ലൈനാണ്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ബിയിലുണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡാണ് DQ. അതേപോലെ A എന്ന് പറയുന്ന റോട്ടറിൻ്റെ എൻഡിൽ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡാണ് PC. ഇനി ഈ രീതിയിലാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡയഗ്രാം വരുന്നത്. ഇതിൽ N എന്ന് പറയുന്നത് നോഡാണ്. അതായത് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഏതൊരു ലെങ്ത്തിൽ N എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വൈബ്രേഷൻ ഉണ്ടാവില്ല. ആ പോയിൻ്റാണ് നമ്മൾ N എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും
ഈ ഒരു സിംഗിൾ ഷാഫ്റ്റിൻ്റെ ഒരു ഭാഗം ഒരു ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്തപ്പോൾ മറ്റൊരു ഭാഗം മറ്റൊരു ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്തത് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Thus, some length of the shaft is twisted in one direction while the rest is twisted in the other. ഇനി ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന റോട്ടറും നോഡ് എന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എൽ എ. അതേപോലെ ബി എന്ന് പറയുന്ന റോട്ടറും എന്നും വരെയുള്ള അതായത് നോഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എൽ ബി. ഇനി നമ്മൾ ഈ ഒരു ഫിഗറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം, നോഡ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗം നമ്മളൊരു സിംഗിൾ റോട്ടർ സിസ്റ്റത്തിൻ്റെ അതേ ഡയഗ്രമാണ്. സോ ഇത്രയും പോർഷൻ നമ്മൾക്ക് ഒരു സിംഗിൾ റോട്ടർ സിസ്റ്റമായിട്ടും ഇത് മറ്റൊരു സിംഗിൾ റോട്ടർ സിസ്റ്റമായിട്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു സിംഗിൾ റോട്ടർ സിസ്റ്റത്തിൽ നോഡ് എവിടെയാണോ അവിടെയായിരിക്കും എന്ത് വരിക, ഫിക്സ്ഡ് എൻഡ് വരിക. ഫിക്സ്ഡ് എൻഡിൽ വൈബ്രേഷൻ ഉണ്ടാവില്ല. സോ ആ ഭാഗം നമ്മൾ ഫിക്സ്ഡ് എൻഡ് ആക്കി, അതാണ് എന്നു കാണിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം എൽ എ ലെങ്ത് നമ്മളൊരു ഷാഫ്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് എൽ എ, അതിൻ്റെ എൻഡിലായിട്ട് എ എന്ന് പറയുന്ന റോട്ടർ, അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ്. ഇനി ഈ എൻ മുതൽ ഡി വരെയുള്ള ഭാഗം അതാണ് ഇവിടെ മറ്റൊരു സിംഗിൾ റോട്ടർ സിസ്റ്റമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് എൽ ബി ആണ്. അതിൻ്റെ എൻഡിലായിട്ട് ബി എന്ന് പറയുന്ന ഒരു സിംഗിൾ റോട്ടർ, അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി ഇതിന് ഡെറിവേഷനിലേക്ക് പോകാം. അപ്പോൾ ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ടേംസ് നമുക്ക് പറഞ്ഞു വയ്ക്കാനുണ്ട്. ആദ്യം എൽ, ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു ഷാഫ്റ്റിൻ്റെ ലെങ്ത് ആണ് എൽ എ ആൻഡ് എൽ ബി. ഡിസ്റ്റൻസ് ഓഫ് നോഡ് എൻ ഫ്രം ദി റോട്ടർ എ, എയും നോഡും നമ്മൾ ഡിസ്റ്റൻസ് എൽ എയും. ഡിസ്റ്റൻസ് ഓഫ് നോഡ് ഫ്രം ബി, അതായത് ബിയും നോഡും നമ്മൾ ഡിസ്റ്റൻസ് ആണ് എൽ ബി. ഇത് നമ്മൾ ഫിഗർ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനിയുള്ളത് ഐ എ ആൻഡ് ഐ ബി. ഐ എന്ന് പറഞ്ഞാൽ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റോട്ടർ എ. എന്ന് പറയുന്ന റോട്ടറിൻ്റെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് ഐ എ. അതേപോലെ ബിയുടെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് ഐ ബി. ഐ ബി ഈക്വൽ ടു മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റോട്ടർ ബി. ഇനി നമ്മളിവിടെ രണ്ട് സിസ്റ്റമായിട്ട്, രണ്ട് സിംഗിൾ റോട്ടർ സിസ്റ്റമായിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്തു. സോ ഈ ഭാഗത്തൊരു ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ ടോർഷണൽ സ്റ്റിഫ്നെസ്സിനെ കെ ടി എ എന്നും, അതേപോലെ ഈ ഭാഗത്തുള്ള ഷാഫ്റ്റിൻ്റെ ടോർഷണൽ സ്റ്റിഫ്നെസ്സിനെ നമുക്ക് കെ ടി ബി എന്നും വിളിക്കാം. അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. കെ ടി എ ടോർഷണൽ സ്റ്റിഫ്നെസ് ഓഫ് ലെങ്ത് എൽ എ ആൻഡ് കെ ടി ബി ഈക്വൽ ടു ടോർഷണൽ സ്റ്റിഫ്നെസ് ഓഫ് ലെങ്ത് എൽ ബി. ഇനിയുള്ളത് എഫ് എൻ എ ആൻഡ് എഫ് എൻ ബി. നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് ഈ ഒരു സിംഗിൾ റോട്ടറിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും, അതേപോലെ ഈ ഒരു സിംഗിൾ റോട്ടറിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ എൽ എ ലെങ്ത്തുള്ള ഷാഫ്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എഫ് എൻ എ ആയിട്ടും എൽ ബി ലെങ്ത്തുള്ള ഷാഫ്റ്റിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എൽ എഫ് എൻ ബി ആയിട്ടും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് എഴുതിയിരിക്കുന്നത്. എഫ് എൻ എ ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ടോർഷണൽ വൈബ്രേഷൻ ഓഫ് റോട്ടർ എ, എഫ് എൻ ബി ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ടോർഷണൽ വൈബ്രേഷൻ ഓഫ് റോട്ടർ ബി. നമുക്കറിയാം ഇവിടെ ഒരു സിംഗിൾ റോട്ടർ സിസ്റ്റമായിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യണത്. സോ ആദ്യം നമുക്ക് എഫ് എൻ എ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്കറിയാം ഇതൊരു സിംഗിൾ റോട്ടർ സിസ്റ്റമാണ്. സിംഗിൾ റോട്ടർ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ആണ് 1/2π ഇൻറ്റു റൂട്ട് ഓഫ് കെ ടി ബൈ ഐ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ആ ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. എഫ് എൻ എ ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് കെ ടി എ ഡിവൈഡഡ് ബൈ ഐ എ. ഇവിടെ കെ ടി എക്ക് പകരം നമ്മൾക്ക് സി ജെ ഡിവൈഡഡ് ബൈ എൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം കെ ടി ഈക്വൽ ടു സി ജെ ബൈ എൽ ആണ്. സോ എൽ എ ലെങ്ത് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ സി ജെ ഡിവൈഡഡ് ബൈ എൽ എ എന്ന് കെ ടി എക്ക് വരും. ആ സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ കാണുന്നത്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇടുന്നതാണ് 1/2π ഇൻറ്റു റൂട്ട് ഓഫ് സി ജെ ഡിവൈഡഡ് ബൈ ഐ എ എൽ എ. ഇത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമ്മൾ എടുത്തു. സിമിലർലി നമുക്ക് സെക്കൻഡ് റോട്ടർ, അതായത് ബി എന്നുള്ള റോട്ടറിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടെത്താം. അതാണ് 1/2π ഇൻറ്റു റൂട്ട് ഓഫ് സി ജെ ഡിവൈഡഡ് ബൈ ഐ ബി എൽ ബി. നമുക്കറിയാം ഇതൊരു സിംഗിൾ ഷാഫ്റ്റാണ്. സോ ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസീസ് എന്തായിരിക്കും? എഫ് എൻ എയും എഫ് എൻ ബി എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ നമുക്ക് എഴുതാം എഫ് എൻ എ ഈക്വൽ എഫ് എൻ ബി. അങ്ങനെ 1ഉം 2ഉം ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ആ സ്റ്റെപ്പാണ് സെക്കൻഡ് കാണുന്നത്. 1/2π ഇൻറ്റു റൂട്ട് ഓഫ് സി ജെ ഡിവൈഡഡ് ബൈ ഐ എ എൽ എ ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് സി ജെ ബൈ ഐ ബി എൽ ബി. ഇവിടെ കോമൺ ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് നമ്മൾ കിട്ടുന്നതാണ് എൽ എ ബൈ എൽ ബി ഈക്വൽ ടു ഐ ബി ഡിവൈഡഡ് ബൈ ഐ എ. ദാറ്റ് ഈസ് എൽ എ ഈക്വൽ ടു ഐ ബി ഡിവൈഡഡ് ബൈ ഐ എ ഇൻറ്റു എൽ ബി. ഇനി നമ്മൾ എൽ ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരികയാണ്. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഇതിൽ എൽ ബിക്ക് നമുക്ക് എൽ മൈനസ് എൽ എന്ന് എഴുതാം. സോ എൽ ബിക്ക് പകരം എൽ മൈനസ് എൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഈ സ്റ്റെപ്പിൽ കാണുന്നത്. എൽ എ ഈക്വൽ ടു ഐ ബി ഡിവൈഡഡ് ബൈ ഐ എ ഇൻറ്റു എൽ മൈനസ് എൽ എ. ഇതിൽ റൈറ്റ് സൈഡിലുള്ള ബ്രാക്കറ്റിന് പുറമേയുള്ള ടേം നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എൽ എ ഈക്വൽ ടു ഐ ബി ഡിവൈഡഡ് ബൈ ഐ എ ഇൻറ്റു എൽ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ ഐ എ ഇൻറ്റു എൽ എ. ഇതിൽ റൈറ്റ് സൈഡിൽ മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ ഐ എ എൽ എ എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു.
അപ്പോൾ കിട്ടും എൽ എ പ്ലസ് ഐ ബി ഡിവൈഡഡ് ബൈ ഐ എ ഇൻറ്റു എൽ എ ഈക്വൽ ടു ഐ ബി ബൈ ഐ എ ഇൻറ്റു എൽ എന്നുള്ളത്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ എൽ എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എൽ എ ഇൻറ്റു 1 പ്ലസ് ഐ ബി ഡിവൈഡഡ് ബൈ ഐ എ ഈക്വൽ ടു ഐ ബി ബൈ ഐ എ ഇൻറ്റു എൽ. ഇതിൽ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ടേമിൽ നമ്മൾ എൽ സി എം ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എൽ എ ഇൻറ്റു ഐ എ പ്ലസ് ഐ ബി ഡിവൈഡഡ് ബൈ ഐ എ ഈക്വൽ ടു ഐ ബി ബൈ ഐ എ ഇൻറ്റു എൽ. ദാറ്റ് ഈസ് എൽ എ ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് ഐ എ എന്നുള്ളത് ഡിനോമിനേറ്ററിലുണ്ട്, അത് ക്യാൻസൽ ഔട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എൽ എ ഈക്വൽ ടു ഐ ബി ബൈ ഐ എ പ്ലസ് ഐ ബി ഇൻറ്റു എൽ. അപ്പോൾ ഈ രീതിയിൽ ലെങ്ത്ത് എൽ എ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എൽ എ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമ്മൾക്ക് എൽ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, എൽ മൈനസ് എൽ എ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ടു റോട്ടർ സിസ്റ്റം ചെയ്യുന്നത്.